ഇന്നലെ കോട്ടയം കെ.ആർ. നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാം എന്നൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ രാം കെ നാമിൻ്റെ പ്രദർശനം സംഘപരിവാർ ശക്തികൾ ഇന്നലെ അവിടെ വന്ന് തടയുകയാണ് ഉണ്ടായത്. കോട്ടയം കെ.ആർ. നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ പഠന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് ദേശീയതലത്തിൽ തന്നെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള വിഖ്യാതനായ ഒരു ചലച്ചിത്രകാരൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം അത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയാണ്. ഇതൊന്നും ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. DYFI അതിശക്തമായി സംഘപരിവാറിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിലകൊള്ളും എന്ന് അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവനിടങ്ങളിലും രാം കെ നാമ്പർ പ്രദർശിപ്പിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ സംഘപരിവാർ കേരളത്തെ മറ്റൊരു ഉത്തരേന്ത്യൻ മോഡലിലേക്ക് നയിക്കാൻ കഴിയുമോ എന്ന ആലോചനയാണ്. അതിനു വേണ്ടിയിട്ട് തുടർച്ചയായ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൽ വിള്ളൽ വീഴ്ത്താനുള്ള നിരവധി പരിശ്രമങ്ങളാണ് സംഘപരിവാർ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. ഇതിനെതിരായി നല്ല ജാഗ്രത കേരളീയ സമൂഹം പുലർത്തേണ്ടതുണ്ട്. ആനന്ദ് പട്വർദ്ധൻ എന്ന് പറഞ്ഞാൽ ലോകം ആദരിക്കുന്ന, ലോകത്തിന് നമ്മുടെ രാജ്യം സംഭാവന ചെയ്ത ചലച്ചിത്രകാരനാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഒരു ഡോക്യുമെൻ്ററി എടുത്താൽ തീർച്ചയായിട്ടും അതിൽ വളരെ കൃത്യമായ സത്യസന്ധമായ വിവരങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 1992 ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. 1992 ഈ പുറത്തിറക്കിയിട്ടുള്ള ഡോക്യുമെൻ്ററി അന്ന് അയോധ്യ പശ്ചാത്തലത്തിൽ അതിൻ്റെ ചരിത്രം അനാവരണം ചെയ്യുകയാണ്. അത്തരം ചരിത്രപരമായ കാര്യങ്ങൾ ഇന്ന് കൂടുതൽ ചർച്ചയാവുന്ന ഘട്ടത്തിൽ അതിനെല്ലാം മറച്ചുവെക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് സംഘപരിവാറിൻ്റെ ഇത്തരം ആസൂത്രിത നീക്കങ്ങളെ കേരളീയ സമൂഹം അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളത്തിൽ സാധ്യമായ ഇടങ്ങളെല്ലാം DYFI നേതൃത്വത്തിൽ രാം കെ നാം പ്രദർശിപ്പിക്കും എന്നാണ് ഒന്നുകൂടി പറയാനുള്ളത്. ഞങ്ങൾ ഇതിനു മുന്നേയും ഇതുപോലെയുള്ള ഇത്തരം സിനിമകളെ അവർ വെല്ലുവിളിച്ചപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ BBC ഡോക്യുമെൻ്ററിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ അവരുണ്ടാക്കിയിട്ടുള്ള വലിയ സംഘർഷത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ DYFI അത്തരം കാര്യങ്ങൾ കേരളത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു. ഇന്നും കേരളത്തിലെ ക്യാമ്പസുകളിലും പുറത്തും തെരുവിലും എല്ലായിടത്തും ഈ ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കും. ഇങ്ങനെയൊന്നും കേരളത്തിലെ ഈ മതനിരപേക്ഷ മനസ്സിനെ വെല്ലുവിളിച്ച് സംഘപരിവാറിനെ പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല.